നമ്മുടെ എഡ്യൂക്കെയറിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥി കേരളത്തിന്റെ അഭിമാനമായ അനേകം ഭരണപരമായ നേതൃത്വങ്ങളിലൂടെ കഴിവ് തെളിയിച്ച പ്രഗത്ഭനായ സിവിൽ സർവീസ് ഓഫീസർ ശ്രീ അബ്ദുൽ നാസർ IAS അവറുകളെ ഈ മംഗളകരമായ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ ആഘോഷത്തിന് കൂടുതൽ പ്രൗഢിയും പ്രചോദനവുമാണ്. അങ്ങയുടെ വിലയേറിയ അനുഭവ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മുമ്പിലിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, സ്നേഹതീരത്തിൻ്റെ 15ാം വാർഷികവും അതിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് രൂപം കൊണ്ട എഡ്യൂക്കെയറിൻ്റെ ആനുവൽ ഡേയും സംയുക്തമായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെരുമാതുറ സ്നേഹതീരം ഞാനിവിടെ വന്നപ്പോൾ ഞാനിവിടെ ഈ സ്കൂളിൽ ഞാൻ വന്നിട്ടില്ല. ഇതിൻ്റെ പരിസരത്തൊക്കെ 1-2 തവണയായിട്ട് ഔദ്യോഗിക ആവശ്യാർത്ഥമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളിലേക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. സാധാരണ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ പഴയ അനുഭവങ്ങൾ, നമ്മുടെ പോയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, കുടുംബത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ, പഴയ സ്കൂളിലേക്ക് പോകുമ്പോൾ, അങ്ങനെയൊക്കെയാണ്. ഞാൻ വരാത്തൊരു സ്കൂളിലേക്ക് കയറുമ്പോൾ എനിക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ സ്കൂളിൽ വന്നപ്പോൾ എനിക്കങ്ങനെ തോന്നി. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു സ്കൂളിൻ്റെ പരിസരവും ആ സ്കൂളും അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ. ഞാൻ പഠിച്ചത് ഇതുപോലത്തെ ഒരു സ്കൂളാണ്, ഒരു കോസ്റ്റൽ ഏരിയയിലുള്ള, അതേപോലെ തന്നെ ഇതേപോലൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി കൂടുതലുള്ള തീരപ്രദേശത്തുള്ള കടൽ കാണുന്ന ആ ഒരു UP സ്കൂളിലാണ് ഞാൻ UP സ്കൂൾ പഠനം. LP സ്കൂളും അതേപോലെ തന്നെ കടൽ കാണുന്ന ഒരു LP സ്കൂൾ, അതിൻ്റെ തൊട്ടടുത്തുള്ള UP സ്കൂൾ, 2 പ്രാഥമിക വിദ്യാഭ്യാസം നടന്ന 2 സ്കൂളുകളും കടൽ തീരത്താണ്. സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം, എൻ്റെ വീട് ഇതേപോലെ ഒരു കോസ്റ്റൽ ഏരിയയിലെ പരിസരത്ത് തന്നെ ഉള്ള വീടാണ്. ഞാൻ ഈ മണൽപ്പരപ്പിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് രാത്രി. വയല് കേൾക്കാൻ പോയി രാത്രി. ആ സ്കൂള് തലശ്ശേരിയാണ്. അപ്പോൾ തലശ്ശേരി നമ്മുടെ ഈ ഗവൺമെൻറ് ടൗൺ UP സ്കൂൾ, ആ സ്കൂള് 100 വർഷങ്ങൾ കഴിഞ്ഞ് 114 വർഷമൊക്കെ ആയപ്പോൾ സ്കൂളിൽ കുട്ടികളില്ലാതെ അടച്ചുപോയി. അപ്പോൾ അവിടെ NCCയുടെ ഓഫീസ് വർക്ക് ചെയ്യാം. അപ്പോൾ ആ സ്കൂളിൻ്റെ പരിസരത്ത് വയലൊക്കെ കേൾക്കുമ്പോൾ നമ്മളവിടെ രാത്രി പോവും, കുറേ കഴിഞ്ഞ് ഉറങ്ങിപ്പോവും. ചിലപ്പോൾ ആ മണൽപ്പരപ്പിൽ കിടന്ന് ഉറങ്ങിപ്പോവും, രാവിലെയൊക്കെ എഴുന്നേറ്റ് പോവും. അന്നത്തെ കാലത്ത് ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ വലിയ പ്രയാസമായിരിക്കും നമുക്കൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ സ്കൂളിൽ വന്നപ്പം ആ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നമ്മുടെ ഈ സ്നേഹതീരം എന്നുള്ളത് വളരെ മനോഹരമായ പേരാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണ് തീരപ്രദേശം. ഇവിടെ മുതലപ്പുഴയിൽ കുറേ പ്രയാസങ്ങൾ അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് മത്സ്യബന്ധന മേഖലയിലുള്ള ആൾക്കാർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവിടെ പുഴയുമായിട്ട് ബന്ധപ്പെട്ട് മണൽ കൂടുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന്, സംഘർഷങ്ങളുണ്ടായി, പ്രക്ഷോഭങ്ങളുണ്ടായി. ആ സമയത്ത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവരുമായിട്ട് സംസാരിക്കാൻ വന്നു. ഇവിടെ വലിയ സംഘർഷമായിരുന്നു, റോഡൊക്കെ ബ്ലോക്കായിരുന്നു. അപ്പോൾ എനിക്ക് വരുമ്പോൾ ആൾക്കാർ പലരും, ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, സാർ അവിടെ പോലീസുകാരൊക്കെ ഉണ്ടെന്നാലും ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോയത്. തീരപ്രദേശത്ത് അങ്ങനെ ഒരു പ്രക്ഷോഭമൊക്കെ ഉണ്ടാവും. ആൾക്കാർ അവരുടെ ആശങ്കകൾ പറയും, അവരുടെ പ്രയാസങ്ങൾ അവരുടേതായ രീതിയിൽ അവതരിപ്പിക്കും, അതൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ ആൾക്കാരെ സ്വീകരിക്കാനും ആൾക്കാരുമായിട്ട് സ്നേഹം പങ്കുവെക്കാനും സ്നേഹിക്കാനും
അവരുമായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു തീരപ്രദേശത്തുള്ളതാണ്. അതുകൊണ്ട് ഈ സംഘത്തിന്, ഈ കൂട്ടായ്മക്ക് സ്നേഹതീരം എന്ന് പേരിട്ടത് വളരെ അർത്ഥവത്വമാണ്. നമ്മുടെ സ്നേഹം പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് കുറേ ബാധ്യതകൾ ഉണ്ടാകുന്നത്, നമുക്ക് കുറേ കടമകളുണ്ടെന്ന് മനസ്സിലാകുന്നത്, ചില അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടെന്നൊക്കെ തോന്നുന്നത്. നമുക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ കഴിയണം, ചോദിച്ചു വാങ്ങേണ്ടത് ചോദിച്ചു വാങ്ങാൻ കഴിയണം. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള കുറേ സന്ദർഭങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അധ്യാപകർക്ക് ഇടപെടാനുള്ള അവകാശങ്ങളുണ്ടായിരുന്നു. ഇന്ന് അധ്യാപകർക്ക് ഇടപെടാനുള്ള അവകാശങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് ചോദിക്കാനുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അധ്യാപകർ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും തിരിച്ചും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലം. ഞാൻ ഈ റിപ്പോർട്ട് സാജിദ് വളരെ അദ്ദേഹത്തിൻ്റെ 7 വർഷമായി അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. MSW, ഞാനൊരു MSW കാരനാണ്, അദ്ദേഹം ഒരു MSW കാരനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്ത് ആദ്യത്തെ വർഷം തന്നെ ഇവിടുത്തെ ഡ്രോപ്പ് ഔട്ട് സംവിധാനം കുറയ്ക്കുകയും അതേപോലെ തന്നെ മികച്ച നല്ല വിജയം, പരാജയങ്ങളില്ലാത്തൊരു വിജയം കൊണ്ടുവരാൻ ഈ എഡ്യൂക്കെയർ എന്ന പദ്ധതിയിലൂടെ ചെയ്യാൻ കഴിയുകയും ചെയ്തു. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് 10 സ്കൂളുണ്ട്. ഇവിടെ വലിയതുറയിൽ ഉൾപ്പെടെ നമുക്ക് 10 സ്കൂളുണ്ട് കേരളത്തിലുടനീളം. ആ സ്കൂളുകൾ മത്സ്യബന്ധന മേഖലയിൽ ഈ കോസ്റ്റൽ ഏരിയയിലുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടുള്ള സ്കൂളാണ്. അവർക്ക് റെസിഡൻഷ്യലായിട്ട് അവിടെ താമസിക്കാം. കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ട് അവിടെ താമസിച്ചുകൊണ്ട് പഠിക്കാം. അവർക്ക് സ്പോർട്സ്, കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ഗിയേഴ്സും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പുസ്തകങ്ങളും യൂണിഫോമും ഒക്കെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും പിന്നാക്കാവസ്ഥ ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം മുതൽ അവർക്ക് സ്പെഷ്യലായിട്ട് കൗൺസിലേഴ്സിനെയും കൂടി നിയമിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിയമിച്ച് കൊടുത്തിട്ടും ആ സ്കൂളുകളിൽ കുട്ടികൾ കുറവാണ്. നല്ല അധ്യാപകരൊക്കെ വെച്ചിട്ടുണ്ട്, കൗൺസിലേഴ്സുണ്ട്, ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം അവരെ ഇരുത്തി പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കായിക മത്സരങ്ങളിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക അധ്യാപകരെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്കൂളുകളിൽ എല്ലായിടത്തും കാര്യമായിട്ട് കുട്ടികൾ ഇല്ല. 1-2 സ്കൂളുകളിൽ കാര്യമായ കുട്ടികളുള്ളൂ. ഭൂരിഭാഗം സ്കൂളുകളിലും കുട്ടികളില്ല. ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 2 കാരണമുണ്ട്. ഒന്ന്, സ്കൂളിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നൊരു വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ള. പണ്ടത്തെ അത്ര തോതില്ലെങ്കിലും 10ാം ക്ലാസ് വരെയെങ്കിലും പഠിക്കേണ്ട സാഹചര്യങ്ങളിൽ കുട്ടികൾ 100% കഴിഞ്ഞു പോകേണ്ടതിന് പകരം അതിൽ നേരത്തെ നമ്മുടെ കാലത്തൊക്കെ പകുതി കുട്ടികളും പോവുമായിരുന്നു. അവരവർ ജോലിക്ക് പോകുമായിരുന്നു. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 6ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ചെറിയ ജോലികൾക്ക് പോകുമായിരുന്നു. നമ്മൾ ടീച്ചേഴ്സൊക്കെ വീട്ടിൽ വരും ആളെ തിരഞ്ഞിട്ട്. അപ്പോൾ ആൾ ചിലപ്പോൾ മാർക്കറ്റിലുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളവിടെ ഈ വള്ളത്തിന് ഓടം എന്നാണ് പറയുക. ഓടം എന്ന് പറയും വള്ളത്തിന്. അപ്പോൾ ഈ ഓടത്തിൻ്റെ അടുത്ത് പോയാൽ മതി എന്ന് പറയും അവനെ കാണണമെങ്കിൽ. അപ്പോൾ അവിടെ ഈ പ്ലാസ്റ്റിക് സഞ്ചി എടുത്ത് വള്ളം വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മീൻ വാങ്ങി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന പിള്ളേരാണ് അന്ന് നമ്മുടെ കുട്ടികളിൽ പകുതിയിലേറിയും. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് അധ്യാപകർ പോവും.
അപ്പോൾ രക്ഷിതാക്കൾ പറയും ഇവിടെ ഇല്ല, അവർ പുറത്ത് പോയി. അത് രക്ഷിതാക്കൾക്കും അവരെങ്ങനെയെങ്കിലും പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അന്നത്തെ സാഹചര്യവും അന്നത്തെ സിറ്റുവേഷൻസും സാമൂഹിക പശ്ചാത്തലവും ഒക്കെ കുട്ടികളെ മറ്റു പല ജോലികളിലേക്കും തള്ളിവിടുമായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞ് വളരെ കുറവാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. സ്നേഹദിനം പോലെ, എഡ്യൂക്കെയർ പോലെ കേരളത്തിൽ ഉടനീളം നിരവധി സംവിധാനങ്ങളുണ്ട്. സന്നദ്ധ പ്രവർത്തന സംവിധാനങ്ങളുണ്ട്, സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ള പരിപാടികളുമുണ്ട്. അതിനനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും നല്ല മുന്നോട്ടുള്ള പ്രയാണങ്ങൾ തുടരുന്നുമുണ്ട്. എന്നിരുന്നാൽ പോലും പൂർണ്ണമായ രീതിയിലുള്ള ആ കുട്ടികളുടെ വികാസം നമ്മുടെ ഇടയിൽ കൊണ്ടുവരുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ എവിടെയൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണ് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ റെഡിയാക്കിയിട്ടുള്ള സ്കൂളുകളിൽ പോലും കുട്ടികളുടെ കുറവ് കാണുന്നത്. അവർക്ക് മാനസികമായ, ശാരീരികമായ, അവരുടെ സാമൂഹികപരമായ എല്ലാവിധ വികസന പരിപാടികൾക്കും വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ പിന്നോട്ട് പോവുകയാണ്. ന്യൂനപക്ഷ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളുണ്ട്, ഒരുപാട് വ്യത്യസ്തങ്ങളായ സ്കോളർഷിപ്പുകളുണ്ട്, ഉന്നത പഠനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോണുകളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കും അതിനനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളത് പരിശോധിക്കണം. ഞാനതൊരു ആമുഖമായിട്ടത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ ഈ എഡ്യൂക്കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 6-7 വർഷത്തിൽ നമുക്ക് നല്ല മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. കുട്ടികളൊക്കെ ഡിഗ്രിയും PGയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തവരുണ്ട്, നല്ല വിജയം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ കുട്ടികളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും നമ്മൾ എത്ര കുട്ടികളെ നമുക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉന്നതമായ ഒരു നിലയിലെത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ലക്ഷ്യം എന്തൊക്കെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. നമുക്ക് കുറച്ച് പേര് ഡിഗ്രി പാസ്സായാൽ മതിയോ? അത് കഴിഞ്ഞ് കുറച്ച് പേരും കൂടി PG പാസ്സായാൽ മതിയോ? അത് കഴിഞ്ഞ് കുറച്ച് പേര് ഡോക്ടർമാരായാലോ എഞ്ചിനീയർമാരായാലും മതിയോ? അത് ആലോചിക്കണം. പ്രത്യേകിച്ച് പിന്നാക്കം നിൽക്കുന്ന പ്രദേശത്തിലുള്ള മുഴുവൻ ജനങ്ങളിലും അവരുടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ വളരെ ഉന്നതമായ രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുകയും അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ പ്രാപ്തമായ രീതിയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജോലികൾ മാത്രമല്ല ബിസിനസ്സിലേക്കും എത്തിക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് മത്സര പരീക്ഷകളിലൂടെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ ജോലികളിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ കലാലയങ്ങളിലുള്ള ക്യാമ്പസ് സെലക്ഷൻ വഴി അവർക്ക് മികച്ച നല്ല ജോലികൾ കിട്ടും. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ അവരുടെ പ്രവർത്തന മികവ് കണ്ട്, അവരുടെ പഠന മികവ് കണ്ട്, അവരുടെ പരിശീലന മികവ് കണ്ട് ആൾക്കാർ കൊണ്ടുപോകുന്നവരുണ്ടാവും. അപ്പൊ കുട്ടികളുടെ അഭിരുചിയും അവരുടെ വളർച്ചയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചില ടാർഗറ്റുകൾ നിശ്ചയിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തലശ്ശേരിയിലും പരിസരത്തും ഒക്കെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഈ പറഞ്ഞ പോലെ കോസ്റ്റൽ ഏരിയയിൽ വളരെ കുറച്ച് പേരാണ് 10ാം ക്ലാസ് കഴിഞ്ഞ് പോവുക. പിന്നെ അതിലും വളരെ കുറച്ച് പേരാണ് പ്രീ ഡിഗ്രി കഴിയുക. വളരെ അപൂർവമായ ആൾക്കാരുകൾ മാത്രമേ ഒരു ഡിഗ്രി പാസ്സാവുള്ളൂ. PG പാസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കോളേജിലെ ലെക്ചർമാരായിരിക്കും. അങ്ങനെ 2 ലെക്ചർമാർ എൻ്റെ ഒരു ഏകദേശം 2-3 കിലോമീറ്റർ പരിസരത്ത് സിറ്റിയുടെ ഉള്ളിൽ, ഗ്രാമപ്രദേശത്തല്ല സിറ്റിയുടെ ഉള്ളിൽ 2-3 കിലോമീറ്റർ പരിസരത്ത് 2 പേര് മാത്രമേ അന്ന് PG കഴിഞ്ഞവരുള്ളൂ. 2 പേര് ഉറുദു പ്രൊഫസർമാരായിരുന്നു. 2 പേര് ഉറുദുവിലാണ് എടുത്തത്. ആ 2 പേര് ഉറുദു പ്രൊഫസർമാർ. അവർ 2 പേരും ഉറുദു സംസാരിക്കുന്ന ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഉറുദു
താല്പര്യമുള്ളതുകൊണ്ട് ഉറുദു PGക്ക് പോയി. അവർ ഉറുദു പ്രൊഫസർമാരായി. ഒരാൾ ബ്രണ്ണൻ കോളേജിലും ഒരാൾ ഫറൂഖ് കോളേജിലും അവരുടെ HOD ആയിട്ട് കിട്ടിയത്. ഒരാളിപ്പോൾ അടുത്ത കാലത്ത് മരിച്ചു, ഒരാൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ബ്രണ്ണൻ കോളേജിൽ ഇംഗ്ലീഷിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവിടെ ഉറുദുവിൻ്റെ HOD ആണ്, ഡോക്ടർ കാസിം. മറ്റേത് ഡോക്ടർ റിയാസ്. ആ രണ്ടുപേരാണ് അവിടെ PG കഴിഞ്ഞ ആൾക്കാർ. അവർ രണ്ടുപേരും പ്രൊഫസർമാരാണ്. അപ്പം വേറെ ആരുമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ പ്രീ-ഡിഗ്രി പാസ്സായ ആളുള്ളൂ. എൻ്റെ പരിസരത്ത് ഈ രണ്ടുപേരെ ഒഴിച്ചിട്ട് പ്രീ-ഡിഗ്രി പാസ്സായ ആൾ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത്. പക്ഷെ ഞാൻ പ്രീ-ഡിഗ്രി പാസ്സായത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഞാൻ 10ാം ക്ലാസ് പാസ്സായതും എൻ്റെ കഴിവുകൊണ്ടല്ല. ഞാൻ അതിനു മുമ്പേ ഇവിടെ നേരത്തെ പറഞ്ഞ ഡ്രോപ്പ് ഔട്ടിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ ചാടിപ്പോകുന്നതാണ്. ഈ തിരുവനന്തപുരത്ത് UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ വന്ന് ഹോട്ടൽ ജോലി ചെയ്ത ആളാണ് ഞാൻ, ഒറ്റയ്ക്ക്. അത് ഏത് ഹോട്ടലാണെന്ന് ഞാൻ പലപ്പോഴും തിരഞ്ഞിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണെന്ന് മാത്രം എനിക്കറിയാം, കാരണം ആ ക്ഷേത്രം ഞാനന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഖുദ്ദാർ എന്ന് സിനിമ കാണലും ഭ്രാന്തായിരുന്നു. അമിതാഭ് ബച്ചൻ്റെ ഖുദ്ദാർ കണ്ടത് ഇവിടെ നിന്നാണ്. കമലഹാസന്റെ സകലകലാ വല്ലഭം കണ്ടത് ഇവിടെ നിന്നാണ്. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് 2-3 സിനിമ ഞാൻ കണ്ടു. ഖുദ്ദാർ കണ്ടത് അതുല്യ, അശ്വതി, അജ്ഞലി, ആതിര എന്ന് പറഞ്ഞ 4 തിയേറ്റർ സമുച്ചയം. അതിൽ അതുല്യയിൽ പോയിട്ടാണ് കണ്ടത്, ഏറ്റവും മേലെ. ഓർമ്മയൊക്കെ ഉണ്ട്. അതുല്യയിൽ പോയിട്ടാണ് കണ്ടത്. അതിലുണ്ട് ഈ വിവരങ്ങളൊക്കെ. 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഉമ്മ എന്നെക്കാൾ ഭയങ്കര ബുദ്ധിമതിയാണ്. ഉമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 10-12 വർഷമായി. ഉമ്മ എന്നോട് അവസാനമായിട്ട് പറഞ്ഞ്, നീ 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി, നീ കൂടുതലൊന്നും പഠിക്കണ്ട, 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി. ഇപ്പോൾ 9ാം ക്ലാസ് കഴിയാൻ പോകുന്നു, ഞാൻ എങ്ങനെയെങ്കിലും ചാടിപ്പോകുന്നു, ഉമ്മാക്ക് 100% ഉറപ്പ്. അപ്പോൾ നീ 10ാം ക്ലാസ് വരെ ജസ്റ്റ് പോയിക്കോ. കൊൽക്കത്തയിൽ, അന്ന് കൽക്കത്തയിൽ ഞങ്ങളുടെ ഏതോ ഒരു അകന്ന ബന്ധു ഇരിപ്പുണ്ട്. കൊല്ലത്തിൽ റമദാൻ മാസമാകുമ്പോൾ സക്കാത്ത് അയക്കുന്നൊരു ബന്ധുവാണ്. സക്കാത്ത് അയച്ചിട്ടുള്ള ബന്ധം മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഒരു മണി ഓർഡർ വരും, അന്ന് മണി ഓർഡർ മാത്രമാണ്, വേറെ ഡ്രാഫ്റ്റ്, ചെക്ക്, GPay ഒന്നുമില്ല. അപ്പോൾ അന്നൊരു മണി ഓർഡർ വരും, 5-10 രൂപയായിരിക്കും. എന്തെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ മണി ഓർഡർ വരുന്നൊരു ബന്ധമുള്ള ഒരാൾ കൽക്കത്തയിൽ എവിടെ ഒരു ടിമ്പർ മർച്ചൻ്റ് ഉണ്ട്. അപ്പോൾ ഉമ്മയുടെ തറവാട്ടിലെ ബന്ധുവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം, കാരണം ഞാൻ ഇപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ്. മറ്റന്നാൾ യാത്ര ചെയ്യാൻ പോവാണ്. ഈ മാസം ഞാൻ 10 യാത്ര ചെയ്തു, 10 ഫ്ലൈറ്റ് യാത്ര ചെയ്താണ്. ഒഫീഷ്യലായിട്ട് പോകും, അല്ലാതെയും പോകും. അപ്പോൾ അന്ന് മുതലേ യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഉമ്മ എന്നോട് പറഞ്ഞു, നിന്നെ കൽക്കത്തയിൽ അയച്ചു തരാം, നീ 10ാം ക്ലാസ് ജസ്റ്റ് കഴിഞ്ഞാൽ മതി, 10ാം ക്ലാസ് കഴിഞ്ഞാലേ അവനെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എഴുത്തിന് ഇരുത്താനാണ്. എഴുത്തിനിരുത്തുക പറഞ്ഞാൽ ഇവിടുത്തെ എഴുത്തിനിരുത്തല്ല, ക്ലറിക്കൽ പണിക്ക് പറഞ്ഞ പേരാണ് അന്ന് എഴുത്തിനിരുത്തുക. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. 10ാം ക്ലാസ്സിൽ ഒരു ശല്യം ഇല്ലാതെ ഞാൻ മെല്ലങ്ങ് കഴിച്ചു. ഇത് കഴിഞ്ഞ ഉടനെ ചാടലെന്നില്ല, ആ ഒരു പ്രതീക്ഷ ഇട്ടേരായിരുന്നു ഉമ്മ. പക്ഷെ 10ാം ക്ലാസ് ഇന്നലെ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നില്ല. ഇന്നലെ മെറിഞ്ഞാന്ന് കേട്ട് CBSEയുടെയും മറ്റുമൊക്കെ. അന്ന് റിസൾട്ട് വരുന്നതൊരു പത്രത്തിൽ വലിയ ഷീറ്റുകളിൽ മുഴുവൻ കുരുമുന നമ്പറുകളാണ്. എൻ്റെ നമ്പർ 200-248, ഈ 200-248 200-248. അപ്പോൾ നമ്മൾ ഈ നമ്പർ ഉണ്ടോയെന്ന് നോക്കുക. പിന്നെ സ്കൂളുമായിട്ടും വിദ്യാഭ്യാസ വകുപ്പുമായിട്ടൊക്കെ നല്ല കണക്ഷനുള്ള ആളാണെങ്കിൽ തലേന്ന് പോയിട്ട് റിസൾട്ട് അറിയാനുള്ള മാർഗമൊക്കെ ഉണ്ടാകും. അന്ന് രഹസ്യമായിട്ട് റിസൾട്ട് അറിയാനുള്ള മാർഗമാണ്. അപ്പം ജ്യേഷ്ഠൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തലേന്നേ പോയിട്ട് എൻ്റെ റിസൾട്ട് പോയിട്ട് അറിഞ്ഞു. ഇപ്പം രാവിലെ വന്നു കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ബഹളം ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. കൽക്കത്തയിൽ പോകാനുള്ള ശ്രമം, അതോടുകൂടി എൻ്റെ പഠിത്തം നിർത്തുമെന്നും അവർക്കറിയാം. അപ്പോൾ രാവിലെ എന്നെ ജ്യേഷ്ഠൻ വിളിച്ചു, വാ എന്ന് പറയുന്നത്. അപ്പോൾ ജ്യേഷ്ഠൻ വിളിച്ച് ജ്യേഷ്ഠൻ്റെ കൂടെ നോക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ഉസ്താദുണ്ട്.
രണ്ടുപേരും കൂടി ഞങ്ങൾക്കൊരു സ്ഥലം വരെ യാത്രയുണ്ട്. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ കൂടി. ഞാൻ പറഞ്ഞ റിസൾട്ടൊക്കെ അറിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നീ പാസ്സായിട്ടുണ്ടെന്ന്. പാസ്സായ മാർക്ക് ബദരീകളുടെ മാർക്കാണ് 313. 52% മാർക്കേ ഉള്ളൂ. ആൾക്കാർക്ക് ഈ 52 എന്നൊക്കെ കേട്ടഞ്ഞ് അലർജിയാണ് അല്ലേ? അയ്യോ 52 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അവനെ തല്ലി കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചിടും. 52 എന്നൊക്കെ എന്ന് പറഞ്ഞ 97 ആണെന്നും പറഞ്ഞിട്ട് അടിച്ച ആൾക്കാരുണ്ട്. 97 ഉള്ളൂ, 3 പോയി. ജ്യേഷ്ഠന് SSLCക്ക് 47 മാർക്ക് കിട്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ 3 മാർക്ക് പോയി. ജ്യേഷ്ഠൻ്റെ 3 മാർക്ക് പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് ജ്യേഷ്ഠൻ. അപ്പം അതുപോലെ 97 കിട്ടിയാലും അടിയാണ് ഇവിടെ. അന്നാണ് നമുക്ക് 52 കിട്ടിയിട്ട് നിനക്ക് നല്ല മാർക്കുണ്ടെന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് എൻ്റെ തോട് പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ അപ്പുറത്ത് നിന്നിട്ട് കൊണ്ടുവന്നത്. നേരെ സ്റ്റാൻഡിൽ പോകുന്നു, അല്ല റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, വണ്ടി കയറുന്നു, തൃശ്ശൂർ കൊണ്ട് ഇറങ്ങുന്നു. ഞാൻ ചോദിച്ചത് എവിടെ പരിപാടി? ഒന്നും നമുക്കിങ്ങനെ ഒന്ന് പോയിട്ടെല്ലാം വരാം. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഹോസ്റ്റലിൽ തന്നെ കൊണ്ടുപോയി പൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ടുപോയത്. പിടിച്ചു കൊണ്ടുപോയി ഒരു ഹോസ്റ്റലിലിട്ട് പൂട്ടി. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ, ഒരു ഓർഫനേജിൽ. അവിടെ 3 വർഷം ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് പിടിച്ചു. പക്ഷെ അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. നേരത്തെ പഠിക്കുന്ന പോലെ ചാടാനുള്ള സൗകര്യം വളരെ കുറവാണ്. ഈ ഒരു വർഷത്തിൽ കിട്ടുന്ന നോമ്പ് കാലത്തുള്ള അവധി മാത്രമേ നിൽക്കും. അപ്പോൾ ചാടാൻ പറ്റിയില്ല. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ഇരുന്ന് പഠിക്കണം നിർബന്ധമായിട്ടും. വാടന്മാർ വടി എടുത്തിട്ടാണ് നിൽക്കുക ഇങ്ങനെ. അപ്പോൾ അത് കണ്ട് പഠിച്ചു. എനിക്ക് ആദ്യമായിട്ട് നല്ല മാർക്ക് കിട്ടിയത് ആ സമയത്ത് പ്രീ ഡിഗ്രിക്കാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പഠിത്തം നിർത്തി. ഞാൻ ചാടി ബാംഗ്ലൂർ പോയി. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ കഥ ഒരുപാട് നീട്ടി പറയുന്നില്ല. ഈ സമയത്തൊക്കെ എനിക്ക് പ്രചോദനമായത്, ഞാൻ അറിയാതെ എന്നെ പ്രചോദിപ്പിച്ചു കൊണ്ടിരുന്നത്, എൻ്റെ ഉള്ളിലുള്ള അഭിരുചികളും രുചികളും അറിഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് 2 ആൾക്കാരുകളാണ്. ആരൊക്കെയാ? ഒന്ന് എൻ്റെ പുന്നാര ഉമ്മയുണ്ട്. രണ്ട് ജ്യേഷ്ഠനായിരുന്നു. അവർക്ക് എന്നെ നന്നായിട്ട് അറിയായിരുന്നു, ഞാൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, അവർക്ക് മറ്റൊന്നും കൂടി അറിയായിരുന്നു. അവര് എൻ്റെ അധ്യാപകരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇന്നത്തെ പോലെയല്ല. ഇന്ന് ഞാൻ പലപ്പോഴും സ്കൂളിലൊക്കെ പോയാൽ ചോദിക്കാറുണ്ട്, ഒരു ടീച്ചർക്ക് ഇന്ന് എത്ര കുട്ടികളുടെ രക്ഷിതാക്കളെ അവരെ പേര് വെച്ച് വിളിക്കാൻ അറിയാം? വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരെയും വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാവരെയും വാട്സപ്പിൽ അറിയാം. പക്ഷെ അന്ന് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ വരെ കയറി ഇരുന്ന് സംസാരിക്കുന്ന ടീച്ചർമാർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതേപോലെ സ്കൂളുകളിൽ നിരന്തരം വന്ന് കുട്ടികളെ കുറിച്ച് പരാതികൾ കേട്ടുപോകുന്ന രക്ഷിതാക്കളുണ്ടായിരുന്നു. ഇപ്പം ഈ ടീച്ചർമാരും രക്ഷിതാക്കളെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്, നിരന്തര ബന്ധമാണ്. അപ്പം ടീച്ചർമാരടുത്ത് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ടീച്ചർമാർ പറയും, ഇവന് സ്കൂളിൽ വന്നാൽ പഠിക്കും, അവനെങ്ങനെങ്കിലും പഠിപ്പിക്കാൻ വിടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഉമ്മ അങ്ങനെ ഒരു വളവെടുത്തത്, ജ്യേഷ്ഠൻ വേറൊരു രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തത്. അത് ഓരോ തവണയും ഞാൻ ചാടിപ്പോകുന്ന സമയത്ത്, 10ാം ക്ലാസ് വരെയും ചാടിപ്പോകുന്ന സമയത്ത്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചാടിയ സമയത്ത്, പ്രീ ഡിഗ്രി കഴിഞ്ഞ് ചാടി ഞാൻ ബാംഗ്ലൂരേക്ക് പോയി. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാതെ നല്ല മാർക്കുണ്ടായിട്ട് പോലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിന്നപ്പം ആപ്ലിക്കേഷൻ ജ്യേഷ്ഠൻ കൊണ്ടുപോയി കൊടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് ബ്രണ്ടൻ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയത്. അത് കഴിഞ്ഞ് PG ക്കാണെങ്കിലും ഒക്കെ ഓരോ തവണയും. അവസാനം PG ഒക്കെ കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടി. PG യും കഴിഞ്ഞ് B.Ed കഴിഞ്ഞ് ഞാനും ഒരു അധ്യാപകനായി, ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടിയാൽ പിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വെറുതെ വിടില്ല. അപ്പോൾ ജോലി കിട്ടി കഴിഞ്ഞ ഉടനെ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ പൂട്ടും പൂട്ടി, കല്യാണവും കഴിപ്പിച്ച് നാട്ടുകാരും വീട്ടുകാരെല്ലാവരും കൂടെ
പക്ഷെ ഞാൻ ആ ജോലി, എൻ്റെ ജോലി അവിടുന്ന് രാജിവെച്ച് പോകുമ്പോൾ ആ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് കേട്ടോ. സ്ത്രീധനം ഇവിടെയൊക്കെ ഭയങ്കര സ്ത്രീധനമല്ലേ, നമ്മുടെ നാട്ടിൽ സ്ത്രീധനമില്ല. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നമാണ്. തിരുവനന്തപുരം, കൊല്ലമൊക്കെ. മലബാറിൽ തലശ്ശേരിയിൽ നിന്ന് വന്ന സ്ത്രീധനം ചോദിച്ചാൽ നമുക്ക് നല്ല അടി കിട്ടും. ഒരു സമുദായത്തിലുമില്ല. മുസ്ലിം സമുദായത്തിലും ഹിന്ദു സമുദായത്തിലൊന്നും ഒട്ടുമില്ല. അങ്ങനെ സ്ത്രീധനം എന്നുള്ള പേര് പറഞ്ഞിട്ട് കല്യാണാലോചന നടത്തിയ നാട്ടുകാരെല്ലാവരും കൂടെ ചിലപ്പോൾ അയാൾ കൈകാര്യം ചെയ്യും. പിന്നെ സ്വാഭാവികമായും പെൺകുട്ടികൾക്ക് വല്ല അറ കൊടുക്കും. നമ്മൾ അറ, ഒരു ഞങ്ങളുടെ മരുമക്കത്തായ സമ്പ്രദായ തലശ്ശേരി ഒരു നല്ല അറ കിട്ടും. അത് പിന്നെ അവരുടെ പ്രൗഢി കാണിക്കാനും അവരുടെ ഒരു പിന്നെ റെസ്പെക്റ്റ് കാണിക്കാനും നല്ല സൗകര്യമുള്ളൊരു അറ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കഴിവുള്ളവരാണെങ്കിൽ കുറച്ച് സ്വർണ്ണമൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കും. അതൊന്നും ചോദിച്ചിട്ട് ഒരു അവന് പോലും പറഞ്ഞിട്ട് കൊടുക്കില്ല. അങ്ങനെയൊക്കെയല്ലേ ഇവിടെയൊക്കെ ഭയങ്കര സ്ത്രീധനം. ഞാൻ കൊടുത്ത സ്ത്രീധനം എൻ്റെ ജോലിയാണ്. ഞാൻ ജോലി രാജിവെച്ച് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്നെ ഒരു ജോലിക്ക് വാങ്ങിച്ചു കൊടുത്ത്, എന്നിട്ട് ഞാൻ പോയി എനിക്ക് വേറൊരു ജോലി ഗവൺമെൻറ് സർവീസ് കിട്ടിയപ്പോൾ ഞാൻ അതിൽ പോയി ജോയിൻ ചെയ്തു. ഞാൻ വൈഫ് ഇവിടെ വന്നിട്ട്, വൈഫ് ആവാൻ പോകുന്ന ആളെ ഒരു സ്കൂളിൽ ജോലിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ കല്യാണത്തിന് 1 മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അത് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആൾക്കാരുടെ നിർബന്ധം കൊണ്ട്, ഉമ്മയുടെ നിർബന്ധം കൊണ്ട്, സമൂഹത്തിൻ്റെ നിർബന്ധം കൊണ്ട്, ജ്യേഷ്ഠൻ്റെ നിർബന്ധം കൊണ്ടൊക്കെ പഠിച്ച ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി. കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പണിയില്ലാതായിപ്പോയി. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. അതുവരെ ഇങ്ങനെ കച്ചറയിട്ട് നടക്കരുത്. കല്യാണം കഴിഞ്ഞ് ജോലിയായി. പിന്നെ എനിക്ക് ഒരു ടാർജറ്റ് ഇല്ലാത്ത ഒരാളെ പോലെ, ലക്ഷ്യമില്ലാത്ത പട്ടം പോലെ തോന്നി ആ സമയത്ത്. അപ്പം എൻ്റെ പണ്ടുണ്ടായിരുന്നൊരു മോഹമാണ്, ഒരു അമിതാഭ് ഖാൻ സാറെ കണ്ട ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു IAS കാരൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എന്താന്ന്. ചെറുപ്പത്തിൽ എൻ്റെ സ്ഥാപനത്തിൽ, എൻ്റെ അനാഥാലയത്തിൽ വന്ന ഒരു IAS ഓഫീസർ, ഒരു സബ് കളക്ടർ അമിതാഭ് കാന്ത്. അദ്ദേഹം ഇപ്പം ഇന്നും പിന്നെ G20 ഷെർപ്പയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വലങ്കൈയായിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ സബ് കളക്ടർ അന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു പേഴ്സണാലിറ്റി നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് വല്ലാതെ ആകർഷിച്ചൊരു കാലം. അത് മനസ്സിൽ രണ്ടാമതും തികട്ടി വരാൻ തുടങ്ങിയൊരു സമയമായിരുന്നു. ഫ്രീ ആയപ്പോൾ ഇനി പഠിച്ചാൽ എന്താണെന്ന് തോന്നുന്നത് ആദ്യമായിട്ട് കല്യാണം കഴിച്ച് ജോലിയൊക്കെ കിട്ടിയപ്പോഴാണ്. പിന്നെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഞാൻ പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും ഞാനത് തുടരുന്നു. ഞാൻ ഇപ്പോഴും ഒരു സ്റ്റുഡൻ്റാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ PhD സ്റ്റുഡൻ്റ് ഞാനിപ്പോൾ. അതിന് ശേഷം വേറെയും PG എടുത്തു, വേറെയും കോഴ്സുകൾ പാസ്സായി. അങ്ങനെയാണ് ഞാൻ കോച്ചിങ്ങിന് പോകുന്നത്. എൻ്റെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് ഇനി പഠിക്കണമെന്ന് തോന്നിയത് അതിന് ശേഷം. നമ്മുടെ ഇപ്പോൾ ആൾക്കാരുകൾ വീട്ടുകളിലൊക്കെ ഒരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇനി അവൾ പഠിക്കില്ല അല്ലെങ്കിൽ അവൻ പഠിക്കില്ല എന്നങ്ങ് തീരുമാനിക്കും. ഞാൻ 2 കുട്ടികളായിട്ടാണ് ഈ പരീക്ഷകൾ മുഴുവൻ എഴുതിയത്. ഇപ്പം 3 കുട്ടികൾ എനിക്കുണ്ട്, 2 പേരക്കുട്ടികളുണ്ട്. ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട്. ഞാൻ പറയും എൻ്റെ കുട്ടികളോട് ഞാൻ പറയും, ദയവ് ചെയ്തിട്ട് ഞാൻ പഠിക്കുന്നത് കണ്ടിട്ടെങ്കിലും പഠിക്കും, ഞാൻ പരീക്ഷ എഴുതുന്ന കണ്ടിട്ടെങ്കിലും പഠിക്കുന്നു. ഞാനും എൻ്റെ ചെറിയ മോനും ഒന്നായിട്ടിരുന്ന് പഠിക്കും. അവൻ നേരത്തെ കിടന്നുറങ്ങും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങും. എൻ്റെ PhDയുടെ ഒരു അസൈൻമെൻറ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്തത് കാരണം ഈ വെക്കേഷന് മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം മെനക്കെട്ടിരുന്ന് തയ്യാറാക്കേണ്ടി വന്നു. കാരണം അവരുടെ പിന്നെ ഫാക്കൽറ്റി വെക്കേഷൻ തുടങ്ങുന്നത് 9-ാം തീയതിയാണ്. അപ്പോൾ 8-ാം തീയതിക്കുള്ളിൽ കൊടുക്കണം. ഞാൻ 8-ാം തീയതിക്ക് മുമ്പ് തന്നെ കൊടുത്തു. നമ്മളൊരു ടാർജറ്റ് നമുക്ക് ഫിക്സ് ചെയ്യണം. അത് കുടുംബം ഫിക്സ് ചെയ്യണം, കുട്ടികളും ഫിക്സ് ചെയ്യണം. എൻ്റെ കുടുംബം എനിക്ക് ഫിക്സ് ചെയ്ത് തന്നു. എന്തായാലും നീ എന്തെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ എന്ന് അവർ വാശി പിടിച്ച് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അവർ ഓരോ ഘട്ടത്തിലും ഓരോ തന്ത്രം പ്രയോഗിച്ച് എന്നെ കൊണ്ടുപോയി മുമ്പോട്ട്. അവരുടെ ദൗത്യം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് ഏറ്റെടുത്തു സ്വയം. അപ്പൊ കുടുംബത്തിനും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഒരു ടാർജറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. സ്വന്തം
നമ്മൾ ആദ്യം പറഞ്ഞത് ഞാൻ അനുഭവിച്ചതുപോലെ ഇതൊന്നും വേണ്ട 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 തന്നെയാണ് കുട്ടികൾ ചിന്തിക്കുക. അപ്പൊ കുട്ടികളുടെ ഉള്ളിലുള്ള രുചിയും ഉള്ളിലുള്ള അഭിരുചിയും ഉള്ളിലുള്ള വാസനയും അവർക്കുള്ള കഴിവും മനസ്സിലാക്കി നമ്മൾ രക്ഷിതാക്കളും നമ്മൾ സമൂഹവും ഒന്നിച്ചു നിന്നാൽ അവരുടെ കഴിവ് തനിയെ വളർന്നോളൂ. നിങ്ങൾ വേറെ ഒന്നും ചെയ്തു കൊടുക്കണ്ട, വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, വളമിട്ട് കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. അത് തനിയെ വളർന്നോളൂ. നമ്മളത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പലർക്കും അറിയില്ല. ആദ്യം നമ്മളങ്ങ് നിശ്ചയിച്ചു, ഇവനെ ഡോക്ടർ, ഇവൻ എഞ്ചിനീയർ, ഇവനെ കോമേഴ്സ്, ഇവൻ അക്കൗണ്ടന്റ് എന്നൊക്കെ നമ്മൾ അങ്ങ് നിശ്ചയിച്ച് ആദ്യം കൊടുക്കുക. ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഇതാണ് നിന്റെ പണി. അതൊന്നുമല്ല, അവൻ്റെ പണി അവൻ്റെ ഉള്ളിലുണ്ടാവും. അത് നമ്മൾ കണ്ടെത്താൻ കുറച്ച് സമയം എടുക്കും. ആ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവന് ആ വഴിയിലേക്ക് നമ്മൾ താല്പര്യപൂർവ്വം നയിച്ചു കൊണ്ടിരിക്കലാണ് നമ്മുടെ പണി. ആ ലെവലിലേക്ക് നമ്മൾ പിന്നെ അവരങ്ങ് ആയിക്കോളുമാണ്. പിന്നെ അവര് മനസ്സിലായിക്കോളും, ഇനി എൻ്റെ ജോലിയാണ് എന്ന് അവരവർ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽ ചെലുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്ത ഒന്നുമില്ല. ചോദിക്കുന്നത് മുഴുവൻ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കും, മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും, എല്ലാ ഗാഡ്ജറ്റ്സുകളും അവരുടെ കയ്യിലുണ്ടാകും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, റൂം അതിനു വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കും. അവരുടേതായ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു. നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, ചാരിറ്റി വെറുതെ കൊടുക്കുന്നത് അത് നിഷ്ഫലമായി പോകുമെന്ന് പറയാറില്ല. നമ്മൾ മീൻ കൊടുക്കരുത്, മീൻ പിടിക്കാനുള്ള വല കൊടുക്കണം, അല്ലെങ്കിൽ ചൂണ്ട കൊടുക്കണം എന്നാ പറയും. ഒരു മീൻ വെറുതെ ഒരാൾക്ക് പോകുമ്പോൾ ഒരു എന്തെങ്കിലും കഴിക്കാൻ നിന്നാൽ ഞാൻ മീൻ പിടിക്കുന്ന ആളുന്ന മീൻ കൊണ്ടുപോകുന്നില്ല. നീ ഒരു മീൻ പിടിക്കുക, അവൻ്റെയും കൂടി പ്രയത്നം അതിലുണ്ടെങ്കിൽ അവൻ പിന്നെ അതിലേക്ക്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കും ഒരു മീൻ, പിറ്റേന്ന് ചോദിക്കും ഒരു മീൻ. ചോറ് കൊടുത്താൽ പിറ്റേന്ന് വന്നിട്ട് ചോറിന് വയ്ക്കും. 100 രൂപ കൊടുത്താൽ പിറ്റേന്ന് വന്ന് 100 രൂപയ്ക്ക് ചോദിക്കും. അങ്ങനെയാണ് ഭിക്ഷക്കാരുണ്ടാവുന്നത്. അല്ലെങ്കിൽ ഭിക്ഷക്കാരുണ്ടാവില്ലല്ലോ. നിങ്ങൾ അയാൾക്കൊരു തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഒരു എൻ്റർപ്രണർഷിപ്പിൽ അതിനെ അംഗമാക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെറിയ ചെറിയ അവരുടെ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ ടി വിയിലൊക്കെ വന്നല്ലോ, തിരുവമ്പാടി MLA അദ്ദേഹം ഒരു കുട്ടികളുടെ ലുലു മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കൊടുത്തത്. കുട്ടികൾ വെക്കേഷനായപ്പം അവർക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവരെ അവിടുന്ന് ഒക്കെ സ്വരൂപിച്ച ചെറിയ ചെറിയ പൈസ വാങ്ങിച്ച്, കുടുക്കയിലിട്ട പൈസയും അതൊക്കെ വാങ്ങിച്ച് അവർ മിഠായിയും അതുപോലെ ആ നാട്ടുകാർക്ക് ആവശ്യമായ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു ചെറിയ തട്ടുകട ഉണ്ടാക്കി. അത് ഉദ്ഘാടനം ചെയ്തൊരു ബഹുമാനപ്പെട്ട MLA ആണ്. പ്രോത്സാഹനം എന്നുള്ള നിലക്ക് കുട്ടികൾ അങ്ങനെയുള്ള വാസനകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ ചിലപ്പോൾ അറക്കുന്ന ജോലികൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നിർബന്ധപൂർവം രക്ഷിതാക്കളോട് പോയിട്ട് എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പറയേണ്ടി വന്നിട്ടില്ല. അവര് അറിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് എല്ലാം. അതൊക്കെ ചെയ്യുമായിരിക്കും, ഒരു കുഴപ്പമൊന്നുമില്ല. സ്നേഹക്കുറവൊന്നും അവർക്കില്ല. അവരെല്ലാം അറിഞ്ഞ് ചെയ്യും, ഡ്രസ്സ് വാങ്ങിച്ചിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ പോയി എനിക്ക് ഇത്ര പൈസ വേണം അല്ലെങ്കിൽ ഇത്ര വേണം എന്ന് പറയേണ്ടി എനിക്ക് സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എൻ്റെ എല്ലാ പഠനവും എൻ്റെ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് വരെ പഠനത്തിൻ്റെ ഇടയിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കാശ് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. ആ സമ്പാദിച്ച കാശ് കൊണ്ടാണ് ഈ ചാടിപ്പോകും നോക്കുക. ഒരു പ്രാവശ്യം സമ്പാദിച്ച് ചാടിപ്പോവും, തിരിച്ചു വരും, തീർന്നു കഴിഞ്ഞാൽ വേറെ പണിക്ക് പോവും. കടല വിൽക്കും, കലണ്ടർ വിൽക്കും, പേപ്പർ കൊണ്ടുവിടും, ടെലിഫോൺ ബൂത്തിൽ ഓപ്പറേറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്, പാത്രം കഴുകിയിട്ടുണ്ട്, ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ കേഷ്യറായിട്ട് ഇരുന്നിട്ടുണ്ട്, റൈറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ചെറിയ ചെറിയ എല്ലാ ജോലികളും. ട്യൂട്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്, മൗലൂദ് ഓതി കൊടുത്തിട്ടുണ്ട്. വീടുകളിൽ പോയി മൗലൂദ് ഓതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഓതാൻ അറിയാം, അതിനൊന്നും കുറവൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്യാൻ അത്യാവശ്യം നമ്മൾ ചെറുപ്പത്തിലെ ശീലിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട്, പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്കത് താല്പര്യം ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഞാൻ കണ്ടത്
വളരെയധികം മെനക്കെട്ട് പ്രയാസപ്പെട്ട് പ്രയത്നിക്കുന്ന എൻ്റെ മാതാവിനെയും എൻ്റെ ജ്യേഷ്ഠനെയും എൻ്റെ പെങ്ങന്മാരെയാണ്. അവർ ഞാൻ ജനിച്ച് വളരുമ്പോൾ കാണുന്നത് അവർ ആ തൊട്ടടുത്ത ഉമ്മർ ബീഡിയുടെ തട്ട്, അതിൽ ബീഡി കെട്ടുകൾ നിറച്ച് ഓരോ തട്ടുകളായി മാറ്റി വെച്ച് കൊടുക്കുന്നതാണ് എൻ്റെ പെങ്ങന്മാർ ചെയ്തുകൊണ്ടിരുന്ന പണി. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് അവരുടെ വരുമാനം. എൻ്റെ ഉമ്മ ചെയ്തുകൊണ്ടിരുന്നത് പരിസരത്തുള്ള എല്ലാ വീടുകളിലും ആവശ്യത്തിന് വീട്ടുകാരെ സഹായിക്കാൻ പോയിട്ടുണ്ടാക്കിയ കാശാണ് എൻ്റെ ഉമ്മ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ജ്യേഷ്ഠൻ കല്ല് ചുമക്കുന്നതും കൈവണ്ടി വലിക്കുന്നതും എൻ്റെ മുമ്പിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐസ് മിഠായി വിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മടി വന്നില്ല. നമ്മൾ കുട്ടികളോട് ആ ജോലി ഈ ജോലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ മാറ്റി നിർത്തുവാണ് കുട്ടികളെ. ജോലി ചെയ്യാൻ പഠിപ്പിക്കണം. വീട്ടിലെ പാത്രം കഴുകാൻ പഠിപ്പിക്കുന്നുണ്ടോ നമ്മള്? ഞാൻ കളവ് പറയാറില്ല ഇന്ന് ഈ പ്രസംഗങ്ങളിലൊന്നും. ഇന്ന് ഞാൻ ഉച്ചക്ക് ചോറ് തിന്നാൻ പോകുന്ന ഒറ്റയ്ക്കാണ്. വൈഫിൻ്റെ ജോലിക്ക് പോകും. ഉച്ചയ്ക്ക് ഞാൻ പോയി ചോറ് തിന്ന് വിളമ്പി പാത്രം കഴുകി വെച്ചിട്ട് വരും. അല്ലേ ഉണങ്ങിയിട്ട് അത് ആകെ പിന്നെ കഴുകാൻ ഭയങ്കര പാടാണ് അല്ലേ? കറിയുള്ള പാത്രം കഴുകി വെച്ചാൽ കഴുകി വെക്കാതിരുന്നാൽ അത് ഉണങ്ങിയിട്ട് രണ്ടാമത് പരണ്ടി എടുക്കണം ആ കച്ചറ. പാത്രം കഴുകി വെച്ചിട്ട് ഞാൻ ഈ ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് ഇവിടെ വന്നത്. എൻ്റെ മക്കളും പാത്രം കഴുകും. അത് ഞങ്ങൾ കണ്ട ശീലമാണ്. വേസ്റ്റ് അവിടെ എവിടെയും കൊണ്ടുപോയി ഇടുന്ന പരിപാടിയില്ല. ഒരു പാത്രത്തിൻ്റെ മൂലയിൽ വെക്കുക. നമ്മൾ കാണിച്ചു കൊടുത്താലേ അവർ ശീലിക്കും. പിന്നെ എൻ്റെ കുട്ടികളൊന്നും വേസ്റ്റ് ആക്കില്ല. തിന്നാൻ പറ്റുന്ന ഒരു സാധനവും പാത്രത്തിൽ അവസാനം ഉണ്ടാവില്ല. ആവശ്യമുള്ളതേ എടുക്കൂ. ഇത് കുറേ സാധനം ഇടും, എല്ലാം കൂടി കുഴച്ചിട്ടിട്ട് അവസാനം വേണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കളയുന്ന ആ സിസ്റ്റം എൻ്റെ വീട്ടിലില്ല. ശീലിച്ചത് എൻ്റെ രക്ഷിതാക്കൾ ശീലിപ്പിച്ചു തന്നത് ഞാൻ എൻ്റെ മക്കൾക്കും കണ്ടു പഠിപ്പിച്ചു കൊടുത്തു, അല്ലാണ്ട് പറഞ്ഞു പഠിപ്പിച്ചെടുത്തില്ല. വീട്ടിൽ നിന്ന് കുട്ടികളെ പാത്രം കഴുകാൻ പോലും പഠിപ്പിക്കില്ല, നിലം അടിക്കാൻ പഠിപ്പിക്കില്ല. ഞാൻ ഇപ്പോഴും നിലം അടിക്കാറുണ്ട്, എൻ്റെ ബാത്റൂം ഞാൻ കഴുകാറുണ്ട്, എൻ്റെ ഷാള് ഞാൻ അലക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. വീട്ടിൽ അടുക്കളപ്പൊടി മുഴുവനും നന്നായിട്ട് അറിയാം. നല്ല തലശ്ശേരി ബിരിയാണി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. അപ്പോൾ ഇൻഷാ അല്ലാ എനിക്കിത്ര ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ. നിങ്ങൾ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ രീതിയിൽ സംസാരിച്ചിട്ടാണ് ശീലം. സംസാരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് സംസാരിക്കും. പണ്ടേ എന്നെ കത്തിയെന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ അറിയാം, എന്തൊക്കെയോ സംസാരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വല്ലതും കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജയ് ഹിന്ദ്.